ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈറ്റ് എഗ്ഗ് കുറുമയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ എഗ്ഗ് കുറുമ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലും അതിനു മുന്നായി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ വൈറ്റ് എഗ്ഗ് കുറുമ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. വൈറ്റ് എഗ്ഗ് കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ടയെ നമുക്ക് ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ മുട്ടേനും ഞാൻ ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ മുട്ടക്കുറുമ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് പെപ്പർ ഇട്ടിട്ട് ഇതിലേക്ക് മുട്ടേനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെപ്പർ കുറച്ച് ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡും കളറൊന്ന് ചേഞ്ചായി വന്നതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് കോരി മാറ്റാം. അതിനുശേഷം ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ കുറുമ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളർ ഒന്നും കൂടി ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത്തിരിയും കൂടിയും കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നല്ലവണ്ണം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇപ്പോൾ എല്ലാ മുട്ടയും നമ്മളിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ കുറുമ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാനിലേക്ക് ഞാനിവിടെ ഒരു 2 വലിയ സവാള കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുത്താൽ മതി, കൂടുതലായിട്ടുള്ള കളറൊന്നും ചേഞ്ച് ആവണ്ട. അപ്പോൾ വൈറ്റ് കളറാണ്. അപ്പോൾ നമ്മൾ ഒന്ന് കളർ ചേഞ്ചായി വന്നതിന് ശേഷം നമുക്കിതിന് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒരു സോഫ്റ്റായ രീതിയിൽ വേണം നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിടി അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ട് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 തുണ്ട് പട്ട, അതേപോലെ 2 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതേപോലെ നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, ഉള്ളി, അണ്ടിപ്പരിപ്പ്, പച്ചമുളക്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് കുറുക്കിയതിന് ശേഷം നമുക്ക് മിക്സി കഴുകിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് മുട്ടക്കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ തേങ്ങ ഒരു അരമുറി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ നല്ലപോലെ ചിരവി 1-ാം പാലും അതേപോലെ 2-ാം പാലും ആക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആദ്യം തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഒന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ മുട്ടക്കുറുമ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, അതേപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട കുറുമയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഇതേ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഞാൻ സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒന്ന് തിള വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു ഹാഫ് തക്കാളിയും കൂടി, ഒരു 1/4 ഭാഗം തക്കാളി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിങ്ക് സാൾട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഹിമാലയൻ സാൾട്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക്
മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഈ കറി ഒന്ന് കുറുകി വരുന്നവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി മുട്ടക്കുറുമ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ തക്കാളി ഒന്ന് തിളച്ച് വരുമ്പോൾ അതൊന്ന് വേവും. അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കാം. അത് നമ്മുടെ മുട്ടക്കുറുമ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മുട്ട ഇട്ടിട്ട് നല്ല തിളക്കണമെങ്കിൽ ഇതാക്കാം. ഇട്ടത് നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കുറച്ച് ഇതിലേക്ക് കറിവേപ്പില, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പിഞ്ച് മല്ലിയിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്റ്റവ് ഓഫ് ആക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തു. ഇത് 1-ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഉടനെ തന്നെ ഓഫ് ചെയ്യാം. ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വൈറ്റ് എഗ്ഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നെയ്യിൽ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ വൈറ്റ് എഗ്ഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ അതേപോലെ അപ്പം ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് എഗ്ഗ് കുറുമയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അപ്പോൾ ഫേസ്ബുക്കിലാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാലാണ് എനിക്ക് വീഡിയോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഈ വൈറ്റ് എഗ്ഗ് കുറുമ ഒന്ന് റെഡിയാക്കി നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ കറി എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയേക്കാം.